ഹലോ മച്ചന്മാരെ നമസ്കാരം. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വ്ലോഗ് വീഡിയോ ചെയ്യുന്നത്. ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഹിമാലയത്തിൽ എവിടെയോ വന്നതെന്ന്. ഹിമാലയത്തിലൊന്നും അല്ല, നമ്മൾ നിൽക്കുന്ന കൊടൈക്കനാലാണ് കേട്ടോ. ബാക്ക് സൈഡിലുള്ള മലയൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത മലയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അവിടെ കാണുന്നുണ്ടോ, ആ റോഡ് മുകളിൽ കയറി പോകുന്നിടത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. നോക്കി മലകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കണ്ടാൽ ഹിമാലയത്തിലെവിടെയോ വന്ന പോലെ ഉണ്ട്. രക്ഷയില്ല. ആ മലയൊക്കെ നോക്കി, എൻ്റെ മോനെ. അതുപോലെ ഇതൊരു മലയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഹെവി മലയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാമെന്ന്. നിങ്ങൾ ആ മലയൊന്ന് നോക്കിയേ, എന്ത് ഹൈറ്റ് ഉണ്ടെന്നുണ്ടോ. ഹിമാലയം പോലെയുണ്ട്. ആ മേഘങ്ങൾ ഇതിൽ ഇടിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഹൈറ്റിലാണ് ആ മലയുള്ളത്. ഈ റോഡ് കണ്ടോ, ഈ മണ്ണ് റോഡ് ഇങ്ങനെ കയറി ആ മുകളിൽ നിങ്ങളവിടെ കണ്ടോ, ആ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ സൂം ചെയ്യാൻ പറ്റുന്ന കാണിച്ചില്ല. സൂം ചെയ്തോ, ആ റോഡ് കയറി ക്രോസ് ചെയ്ത് മുകളിൽ പോകണം നമ്മുടെ പ്രോപ്പർട്ടിക്ക്. അതേപോലെ ആ മേഘങ്ങൾ അത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇടിച്ചിട്ടേ പോകുള്ളൂ. നമ്മുടെ ഷെഡിലൊക്കെ വന്ന് ടച്ച് ചെയ്തിട്ട് പോകുള്ളൂ. ഷെഡിൻ്റെ ഒരു ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ഡോറിൽ കൂടെ അകത്തോട്ട് കയറി മറുവശത്തോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വൈഭവമുള്ള സ്ഥലമാണിത്. അടിപൊളിയാണ് ആ ഒരു പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ കയറി വരുന്ന റോഡ്. താഴെ നിന്ന് കയറി വരുന്ന ഓഫ് റോഡാണ്. ജീപ്പ് 4 വീൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാം. ആ ഭാഗത്തൊക്കെ മല ഉണ്ടോ, അത് അവിടെ ഒരു ചെറിയ സിറ്റി പോലെ ഒന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ, കുറച്ച് വെള്ളമായിട്ട് കാണുന്നുണ്ടോ കണ്ടോ ആ ഭാഗത്തായിട്ട്. അത് പന്നക്കാട് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ്, ഒരു സിറ്റിയാണ്. ചെറിയ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ഒരു സിറ്റിയാണ് അത്. നേരെ അപ്പുറത്തുള്ള കുന്നാണത്. അടുത്ത് നമ്മൾ എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ പോയിട്ട് നമ്മൾ മേഘത്തിനകത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ പോയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. നമ്മൾ ഹിമാലയത്തിലൊക്കെ പോകുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ വകുപ്പില്ല. അടിപൊളി നീല മേഘം, അതിൽ വെള്ള കളറിൽ ആകാശം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേഘങ്ങൾ നല്ല നീല കളറിലുള്ള ആകാശം. അത് ദിണ്ടുക്കൽ പെരിയോളമാണ് ആ താഴെ കാണുന്നത്. ഈ ഭാഗമാണ് പെരിയോളം, ആ ഭാഗം ദിണ്ടുക്കൽ. ഇതിൻ്റെ മറുവശത്ത് തേനി, നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി എന്നുകൊണ്ട് തന്നെ തേനിയും കാണാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ആഴ്ച അങ്ങനെ നമ്മൾ മുകളിൽ കയറി പോകുന്ന വഴിക്ക് ഒരു പാറ കണ്ടിട്ട് കയറി ഇരുന്നതാണ്. അത് ആ വ്യൂ ആണ് കേട്ടോ. അതൊന്ന് ഞാൻ കാണിച്ചെന്ന വ്യൂ ആണത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പാറ ഗുഹയുള്ളത്. കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ആയിരിക്കുന്ന ഗുഹ ക്ഷേത്രമാവും തോന്നുന്നു പോകുന്നത്. ആയിരുന്ന കാലത്ത് ചന്ദനത്തിരിയെ കിടപ്പുണ്ട്. ക്ഷേത്രമാവാനുള്ള വകുപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ എവിടെ നോക്കിയാലും അമ്പലങ്ങളാണ്. ഒരു കല്ലെടുത്ത് ചെയ്യുന്നുണ്ടോ, ആ കല്ല് ദൈവമായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. കല്ലിലും കമ്പിയിലൊക്കെയാണ് ദൈവം ഇരിക്കുന്നത് കേട്ടല്ലോ. ദൈവത്തിൻ്റെ ഒരു അവസ്ഥയെ, മനുഷ്യൻ കൊട്ടാരത്തിലും ദൈവം കല്ലിൽ കമ്പിലും പാറക്കടിയിലും. എന്തൊരവസ്ഥ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. മഴ സമയത്ത് നമുക്ക് സുഖമായിട്ട് നനയാതെ കയറിയിരിക്കാം കേട്ടോ. അവിടെ ആ കുന്നിലോട്ട് നമുക്ക് പോകണമെന്ന് അത് കണ്ടോ. നമ്മളെ ഇല്ലീക്കൽ കല്ല് ആ ഭാഗത്ത് കോട്ടയത്ത് താഴേന്ന് മേഘം ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് മുകളിലേക്ക് ഉയർന്നു പോകത്തില്ലേ, ആ ഒരു പ്രതിഭാസം സംഭവിക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. കണ്ടോ, ആ മലയിൽ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് അടുത്താണ് പോകാനായിട്ട്. ഞാൻ ആ ഭാഗത്ത് പോയിട്ടുണ്ട്. അവിടെ ഭയങ്കര എഡ്ജാണ്, അതൊരു ക്ലോസ് എഡ്ജാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഞാനവിടെ പോയിട്ടുണ്ട്. ഹെവിയാണ്. പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടുന്ന് പെരിയോളം ഭാഗം ഫുള്ള്, തേനി പെരിയോളം ഫുള്ള് കാണാൻ പറ്റും. വളരെ ലെവലാണ് കേട്ടോ. ആ ഭാഗത്ത് നമ്മൾ പോയിട്ടില്ല. ഈ എഡ്ജിലോട്ട്, ആ എഡ്ജിൽ നമ്മൾ ഉറപ്പായിട്ടും പോകും. അവിടെ ഇടിച്ച് പൊങ്ങുന്ന മേഘം. അപ്പോൾ ഈ കുന്നിനൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിന് എത്രയോ ഹൈറ്റ് മുകളിലാണ് ഈ കുന്നുള്ളത്. അപ്പോൾ ഈ മലയിലോട്ട്, ആ കുന്നിലോട്ട് ഈസി ആയിട്ട് ഈ മേഘം ഇടിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടുന്ന് താഴെ നിന്ന് ഇങ്ങനെ നിരന്ന് വന്ന് ഇടിച്ചിട്ട് ഇവിടുന്ന് ഹൈറ്റ് കയറിയിട്ടാണ് അടുത്ത ഈ ഭാഗത്തോട്ട് പോകുന്നത്. അവിടെയൊക്കെ പ്യുവറായിട്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ മേഘങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെയിലായി തുടങ്ങി. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പില്ലർ റോക്കും ഒക്കെ കാണാൻ പറ്റും. അവിടുത്തെ വ്യൂ പോയിൻറ്റിൽ ഞാൻ പോയതിൻ്റെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ പില്ലർ റോക്കിൻ്റെ വ്യൂ ഒന്നും നമുക്കവിടെ കാണാൻ പറ്റത്തില്ല. അവിടെ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്, ഒരു പാർക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പില്ലർ റോക്കിൻ്റെ വ്യൂ കാണാൻ പറ്റും. അവിടെ കാണാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ പോയ സമയത്ത്.
പക്ഷേ ഇനി ഒന്നുകൂടെ പോയിട്ട് ഞാൻ അത് നല്ല ക്ലാരിറ്റി ഇപ്പോഴാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആണ് കാണാനായിട്ട്, മിസ്റ്റ് കവർ ആവത്തില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും ചാനലിലേക്ക് ആക്റ്റീവായിട്ട് വരാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ടാണ് നമുക്ക് മെയിൻ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൊടൈക്കനാലിൽ വരാൻ താല്പര്യമുള്ളവരും കമൻറ്റ് ചെയ്യുക. ഇനി വന്നിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക. വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, മച്ചന്മാരെ, നമ്മൾ പറഞ്ഞ ആ ഒരു കുന്നിൻ്റെ മറുഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് കയറി വന്നത്, അവിടെ ആ ഭാഗത്ത് റോഡ് കാണാം. അവിടെ നമ്മൾ കയറി വരുന്നത് ഇങ്ങനെയാണ് കയറി വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കയറി പോകാനുള്ള റോഡാണ് കിടക്കുന്നുണ്ട്. ആ റോഡ് ആ ഷെഡിൻ്റെ കരയിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ അത് മുകളിലോട്ട് പോകും, ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോകും. അതാണ് ആ മല. ആ മല നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഭാഗവും ഒരു ഭയങ്കരമായിട്ടുള്ള മലയാണ്. ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതാണ് അതിൻ്റെ പിൻവശം. ഓക്കെ, ഇത് നമുക്ക് നടന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ തോട്ടത്തിലോട്ട് പോകുന്ന വഴി കേട്ടോ, വേണ്ട. പക്ഷെ ചുറ്റും അതിമനോഹരമായിട്ടുള്ള കാടാണ്. അതാണ് ആ കുന്ന്, വേറെ ലെവല് കാടാണ് കേട്ടോ ചുറ്റും. ഞാൻ തോട്ടത്തിലോട്ട് ടക്കെന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ റീച്ച് ആവാറായിട്ടുണ്ട്, എത്തി. ആ മേഘങ്ങളെ കാണുന്നുണ്ടോ? ഇതാണ് ആ കുന്ന്, വലിയ പാറ ഈ ഭാഗമാണ്. ഇതാണ് നമ്മുടെ തോട്ടം ഇരിക്കുന്ന സൈഡ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മളെത്തി. ആ കാണുന്ന ഷെഡും ഇതുമാണ് നമ്മുടെ തോട്ടം. ഷെഡ് ഇരിക്കുന്ന കണ്ടോ, ഒരു കുഞ്ഞു ഷെഡ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ഇട്ടേക്കുന്ന നമ്മളിട്ടേക്കുന്ന വേലിയാണ്. കേബിൾ ലൈൻ വലിച്ചിട്ടുണ്ട്. ഇതാണ് ആ കുന്നെന്ന് പറയുന്നത് കേട്ടോ. ഇത് വേറെ ലെവലാണ്. ഒരു ദിവസം അത് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് നമ്മുടെ തോട്ടം കാണാം. ഇതാ വഴി, വണ്ടി നമുക്ക് ഇത് വഴി കയറി വരും കേട്ടോ. ഇവിടം വരെ വരും. നമ്മുടെ തോട്ടത്തിനകത്ത് വണ്ടി 1-2 മരം കൊടുത്ത സമയത്ത്, വിറ്റ സമയത്ത് അവർ മുറിക്കാനായിട്ട് കൊണ്ടുവന്നത് പിക്കപ്പും JCB ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വെയിൽ നമ്മളിങ്ങനെ കടന്ന് കാരണം ഗേറ്റിടാൻ പറഞ്ഞിട്ട് ഇതുവരെ അവർ ചെയ്തില്ല. തൊട്ടടുത്ത് വേറെ പ്രോപ്പർട്ടിക്കാരാ. ഇതാണ് നമ്മുടെ തോട്ടം. എങ്ങനെയുണ്ട്? പുളിയല്ലേ? നമുക്ക് ഏകദേശം ആ ഒരു കുന്നിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അറൗണ്ട് 2 ഏക്കേഴ്സാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാട്ടുപോത്തൊക്കെ കയറി മേഞ്ഞിരിക്കുകയാണ്. ഇതേതാ ചെടിയെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ ചുടക്ക് തക്കാളി, അതായത് ഗോൾഡൻ ബെറി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിലോയ്ക്ക് 1000 എബോവ് റേറ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതാണ് ശ്രീലങ്കൻ പാഷൻ ഫ്രൂട്ട്. ഇത് ഒരു ഫ്രൂട്ടിന് തന്നെ 20-25 രൂപ ഇപ്പോൾ കൊടൈക്കനാലിൽ റേറ്റ് വരുന്നുണ്ട്. ഉണ്ടോ? ഇതാണ് നമ്മുടെ നാടൻ പാഷൻ ഫ്രൂട്ട്. ഇതിവിടെ കാട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ, ഷെഡിൻ്റെ ഫ്രണ്ടിൽ ചുമ്മാ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ചൊച്ചക്കയാണ്, ഇവിടെ ചൗച്ചൗക്ക എന്ന് പറയും. നമ്മുടെ മലയാളത്തിൽ ചൊച്ചക്കയാണ് ഈ സാധനം. അവിടെ കായിരിക്കുന്നത് കണ്ടോ, കുഞ്ഞു കായ്. മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ മധുരക്കിഴങ്ങ്. പിന്നെ ഇവിടെ വേറെ ഏതാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് സ്വർഗത്തിലെ കനിയെന്ന് പറയും, ഗ്യാഗ്. ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് നട്ടതാ കേട്ടോ. പക്ഷെ എല്ലാം വന്നില്ല, ഒരൊറ്റ ചെടിയെ മുളച്ചിട്ടുള്ളൂ. ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് ബാക്കി വിത്ത് മേടിക്കാം. ഇത് നമ്മളെ പർപ്പിളാ, തായ്ലാൻഡ് എന്താ പറയുക, പാഷൻ ഫ്രൂട്ട്, തായ്ലാൻഡ് പാഷൻ ഫ്രൂട്ട്. അത് പർപ്പിൾ, തായ്ലാൻഡ് പർപ്പിൾ. അത് ഷെഡ്, ഇതാണ് നമ്മുടെ ഷെഡ്, കുട്ടി ഷെഡ്. ഇങ്ങനെ പോകും നമ്മുടെ പ്രോപ്പർട്ടി. നമ്മൾ ഓസൊക്കെ മേടിച്ചിട്ടേക്കുന്നുണ്ടോ വെള്ളം എടുക്കാനായിട്ട്. കുറച്ച് ദൂരം വരെ പോകണം, നമ്മൾ താഴെ കാണിച്ചില്ല, കുന്നു വരെ പോകണം. അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. സെറ്റല്ലേ? നമ്മുടെ ടോമിയുടെ കൂടാ കേട്ടോ. ഇത് ഇവിടെ വെള്ളം കെട്ടി നിർത്താനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുളമാണ്. പിന്നെ കണ്ടോ, മഴവെള്ളം കുടിക്കാനായിട്ട്, മഴവെള്ളം പിടിക്കാനായിട്ട് കിണ്ടിയാണ് കിട്ടി തൂക്കുന്നത്. കിണ്ടി ഇത് കുളിക്കാനായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ആ താഴെ കാണുന്നതാണ് പെരുമാൾ മല എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മുകളിൽ കൂടെ കയറി ഇങ്ങനെ നടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെരുമാൾ മല ഞാൻ കാണിച്ചു തരാം.
കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റും. ഈ മരക്കുച്ചിൻ്റെ മുകളിൽ കയറിയാലോ? യെസ്, ആ കാണുന്നതാണ് പെരുമാൾമല വില്ലേജ്. നമ്മളിപ്പോൾ അതുവഴിയാണ് വന്നത്. ബസ് പോകുന്നുണ്ടോ? ഒരു ബസ് പോകുന്നു. അതാണ് പെരുമാൾമല വില്ലേജ്. ഇവിടെ നിന്നുള്ള വ്യൂ അതാണ്. ഇവിടെ തേനി പെരിയോളം വത്തലകുണ്ട്, തേനി പെരിയോളം വറ്റലകുണ്ട്, പെരുമാൾമല. അതിന് നേരെ ആ ഭാഗത്ത് നമുക്ക് പളനി മുരുകൻ കോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നൈറ്റ് വ്യൂവിൽ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം നല്ലൊരു സൂമിങ് ക്യാമറ വെച്ച് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ ഫോണിൽ കിട്ടുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ഒരു ദിവസം അത് കവർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫുൾ വ്യൂ. ഇത് ഫുള്ള് ഈ ഭാഗത്തു നിന്ന്, അതാണ് ആ മല, ഞാൻ പറഞ്ഞ മല. ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്ന മേഘം ഇത് ഫുള്ള് ഇടിച്ച് ഇങ്ങനെ കയറിപ്പോവും. ഇതൊരു അപാര കുന്നിൻ്റെ മുകളിൽ നമ്മുടെ സ്ഥലം ഇരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ ഈ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. ആ ബെൻഡിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഇന്ന് തന്നെ ഇത് കാണിച്ചു തരാം, നമ്മുടെ ഈ വീടിരിക്കുന്ന സ്ഥലം ഏത് ഭാഗത്താണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. ഹൈ ഗൈസ്, ഇവിടെ ഇത്രയും ഹൈറ്റായിട്ടുള്ള ഹൈ ലാറ്റിറ്റ്യൂഡിൽ ഏലം വരുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയും അപ്പുറത്തും ഒരു തട്ട വെച്ചിട്ടുണ്ട്, 2 തട്ട വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇവിടെ ഈ ക്ലൈമറ്റിൽ ഇവിടെ ഹൈ ലാറ്റിറ്റ്യൂഡാണ്, ഭയങ്കര തണുപ്പാണ്. നൈറ്റൊന്നും നമുക്ക് നല്ലപോലെ 3-4 കമ്പിളിയൊന്നും ഇല്ലാതെ പുറച്ചു കൂടി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല തണുപ്പാണ്. ഇവിടെ ഗോൾഡൻ ബെറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാണ്, ഇത് ഗോൾഡൻ ബെറിയുടെ ചെടിയാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു ക്ലിക്ക് എടുത്തിട്ട് നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് ഗൂഗിളിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഗോൾഡൻ ബെറിയാണ്. ബീൻസാണ് ഇവിടെയൊക്കെ നട്ടിരുന്നത്. ബീൻസൊക്കെ കാട്ടുപോത്ത് കയറി മേഞ്ഞിട്ട് പോയി. ഇപ്പോൾ കാട്ടുപോത്തിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു താഴെ വെള്ളം എടുക്കുന്നിടത്ത്. അവിടെ ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ തോട്ടം. അടിപൊളിയല്ലേ? പൊന്നാങ്കണ്ണി ചീര കാഴ്ചയ്ക്ക് സൂപ്പറാണ്. പിടിപ്പിച്ചിരിക്കുക നമ്മൾ കഴിക്കാനായിട്ട്.